कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः. ഭാഗവത കഥകൾ 144. തന്റെ പ്രണയം ശ്രീകൃഷ്ണൻ അനൽപമായ ആഹ്ലാദത്തോടെ സ്വീകരിച്ചു എന്ന അറിവ് രുക്മിണിയുടെ മനസ്സിനെ അനതിസാധാരണ ധൈര്യമാണ് പകർന്നത്. ചേതി രാജകുമാരനായ ശിശുപാലൻ വിദർഭ രാജകുമാരിയുടെ വരൻ താൻ തന്നെ എന്ന സങ്കല്പത്തിൽ മുഴുകിയിരിക്കുമ്പോഴാണ് വിവാഹ ചടങ്ങുകളുടെ ഭാഗമായി വിദർഭ രാജകുമാരി രുക്മിണി ആചാരപ്രകാരം കുലദേവതാക്ഷേത്രത്തിൽ ദർശനത്തിനിറങ്ങിയത്. വധുവിന്റെ മാതാവ്, സഖിമാർ, അംഗരക്ഷകർ, കുലനാരിമാർ, വാദ്യനൃത്തവൃന്ദം എന്നിവരാൽ അനുഗതയായി കുമാരി രാജവീഥിയിലെത്തിയപ്പോഴേക്കും ആ രൂപം ഒന്ന് ദർശിക്കാനായി നഗരവാസികളും ക്ഷണിക്കപ്പെട്ട അതിഥികളുമെല്ലാം രാജവീഥിയിൽ തിങ്ങിനിരന്നു. അപൂർവസുന്ദരമായ ആ രൂപം കണ്ടപ്പോൾ പലരും സർവൈശ്വര്യധാമമായ സാക്ഷാൽ മഹാലക്ഷ്മി എഴുന്നള്ളി വരുന്നതുപോലെ എന്ന് വിസ്മയിച്ചു. വിധിപ്രകാരമുള്ള പൂജയിലും ദാനകർമാദികളിലുമെല്ലാം പങ്കെടുത്ത് മടങ്ങാനായി ക്ഷേത്രവാതിൽക്കൽ എത്തിയപ്പോഴേക്കും കുമാരിയെ ഒരു നോക്ക് കാണാനുള്ള ആഗ്രഹത്തോടെ ജനങ്ങൾ വീഥിയുടെ ഇരുവശത്തും തിങ്ങി നിറഞ്ഞു. ഊരിപ്പിടിച്ച പടവാളുമായി അംഗരക്ഷകർ വധുവിന്റെ ചുറ്റും രക്ഷാകവചം തീർത്തു. അപ്പോഴാണ് എല്ലാവരെയും അമ്പരിപ്പിച്ച ആ സംഭവമുണ്ടായത്. ഗരുഡധ്വജത്തോടുകൂടിയുള്ള ശ്രീകൃഷ്ണന്റെ തേര് കാർമേഘങ്ങൾക്കിടയിൽ നിന്നും പെട്ടെന്ന് ഉദിച്ചുയരുന്ന സൂര്യനെപ്പോലെ മുമ്പിൽ വന്നുനിന്നു. ശ്രീകൃഷ്ണന്റെ തേരാളിയായ ദാരുകൻ തെളിച്ചിരുന്ന തേരിന്റെ വെൺകൊറ്റ കുട വെട്ടിത്തിളങ്ങി. മനോവേഗതയിൽ പറക്കാൻ കരുത്തുള്ള വലാഹകൻ, സുഗ്രീവൻ, ശൈബ്യൻ, മേഘപുഷ്പൻ എന്നീ കരുത്തുറ്റ കുതിരകൾ അക്ഷമയോടെ കുതിക്കാൻ വെമ്പൽ കൊണ്ടുനിന്നു. രുക്മിണിയെ കണ്ട ആനന്ദമൂർച്ചയിൽ അമ്പരന്നു നിൽക്കുന്ന രാജാക്കന്മാരുടെ മധ്യത്തിൽ ദേവമായയെപ്പോലെ വിളങ്ങിയ രുക്മിണി തന്റെ ഇടത് കരം കൊണ്ട് മൂടുപടം മെല്ലെ നീക്കി തന്റെ ഹൃദയം കവർന്ന കൃഷ്ണനെ ലജ്ജാപൂർവം കടാക്ഷിച്ചു. സുന്ദരാംബരത്തിൽ പെട്ടെന്ന് മിന്നിയ ചന്ദ്രോദയം കണ്ടാൽ എന്ന പോലെ അവിടെ കൂടിയിരുന്നവരത്രയും ആ മുഖദർശനത്താൽ മോഹാവിഷ്ടരായി. ഇത്ര കാലവും മനസ്സിൽ സങ്കൽപ്പിച്ച് പൂജിച്ചിരുന്ന ഭഗവാന്റെ സുന്ദരവദനം ദർശിച്ചപ്പോൾ രുക്മിണിക്ക് എന്തെന്നില്ലാത്ത ആഹ്ലാദമുണ്ടായി. തിരയിളകുന്ന പ്രണയത്താൽ തിളങ്ങുന്ന മിഴികളോടെ തന്നെ ലജ്ജാപൂർവം കടാക്ഷിച്ച് നിർവൃതിയിൽ എന്ന പോലെ നിൽക്കുന്ന രുക്മിണിക്ക് നേരെ തന്റെ വലതു കരം നീട്ടിക്കൊണ്ട് കൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞു: എങ്ങോട്ടാണ് തിരക്കിട്ട്? ഇവിടേക്ക് വരൂ. രഥത്തിൽ കയറാനുള്ള ആകാംക്ഷയോടുകൂടി രുക്മിണി തനിക്ക് നേരെ നീട്ടപ്പെട്ട വലതു കൈത്തലത്തിലേക്ക് തന്റെ വലതു കരം ഭക്തിയോടെ അർപ്പിച്ചു. രാജാക്കന്മാരെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ അവരെയെല്ലാം അവഗണിച്ച് ശ്രീകൃഷ്ണൻ താമരപ്പൂവിനെ വെല്ലുന്ന മൃദുലതയോടുകൂടിയ ആ കരങ്ങൾ ചേർത്തു പിടിച്ച് തന്റെ രഥത്തിലേക്ക് രുക്മിണിയെ പിടിച്ചു കയറ്റി. ഇങ്ങനെ സർവ്വരാജാക്കന്മാരെയും നിഷ്പ്രഭരാക്കിക്കൊണ്ട് കുറുക്കന്മാരുടെ ഇടയിൽ നിന്ന് സ്വന്തം ഭാഗത്തെ സിംഹം എപ്രകാരമാണോ സ്വന്തമാക്കുന്നത് അതുപോലെ അനുചരന്മാരോടുകൂടി രഥം തെളിച്ച് അവിടെ നിന്നും യാത്രയായി. ഒരു നിമിഷത്തെ അന്താളിപ്പിനു ശേഷം അവിടെ കൂടിയിരുന്ന ക്ഷത്രിയ രാജാക്കന്മാർ പലവിധ വികാരങ്ങളിൽപ്പെട്ട് ഇങ്ങനെയെല്ലാം പറഞ്ഞു തുടങ്ങി: ഇവിടെ എന്താണ് സംഭവിച്ചത്? വീരന്മാരായ നമ്മളെല്ലാം നോക്കി നിൽക്കെ കേവലമൊരു ഇടയച്ചെറുക്കനായ ആ നന്ദബാലൻ രുക്മിണികുമാരിയെ അപഹരിച്ചുകൊണ്ട് കടന്നിരിക്കുന്നു. വെറും പുല്ല് തിന്നുന്ന ഒരു മാൻകിടാവ് സിംഹങ്ങളെ നിന്ദിക്കുകയോ? എങ്ങനെ സഹിക്കാൻ കഴിയും എന്ന് ചിലർ രോഷം കൊണ്ടു. വെണ്ണക്കട്ട് നടന്നവൻ നമ്മുടെ നിധികുംഭം തന്നെ അപഹരിച്ചുവോ? പിടിച്ചുകെട്ടി ഇവിടെ കൊണ്ടുവന്നിട്ടേ ഇനി മറ്റു കാര്യമുള്ളൂ.
എന്ന് മറ്റു ചിലർ തിടുക്കം പൂണ്ടു. നമ്മെ ഇങ്ങനെ അപമാനിച്ച അവനെ പിന്തുടർന്ന് പിടിച്ച് വധിക്കുക തന്നെ വേണം എന്ന് ജരാസന്ധൻ കൽപ്പിച്ചു. എല്ലാം കണ്ടുനിന്ന നഗരവാസികളാകട്ടെ കുമാരി തനിക്ക് അനുരൂപനായ വരനെ സ്വീകരിച്ചതിൽ ഉള്ളിൽ സന്തോഷമനുഭവിച്ചു. പോർവിളി ഉയർത്തിക്കൊണ്ട് ജരാസന്ധന്റെ നേതൃത്വത്തിൽ രാജാക്കന്മാരുടെ സൈന്യം ശ്രീകൃഷ്ണന്റെ രഥത്തെ പിന്തുടർന്നു. അരികിലെത്തിയ ശത്രു സൈന്യത്തെ യാദവ സൈനികർ പിന്തിരിഞ്ഞു നിന്ന് തടഞ്ഞു നിർത്തി യുദ്ധത്തിനൊരുങ്ങി. ശത്രു രാജാക്കന്മാർ മേഘങ്ങൾ പർവ്വതത്തിനു മുകളിൽ വർഷിക്കുന്നതുപോലെ ശരമാല കൊണ്ട് യാദവ സൈന്യത്തെ മൂടിത്തുടങ്ങി. ഇതുകണ്ട് രുക്മിണി ഭയപ്പാടോടെ കൃഷ്ണന്റെ മുഖത്തേക്ക് നോക്കി. അപ്പോൾ കൃഷ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: എന്റെ പ്രിയ സുന്ദരി, ഭയപ്പെടാതെയിരിക്കുക. നമ്മുടെ സൈനികർ വില്ലാളി വീരന്മാരാണ്. അവർ ശത്രു സൈന്യത്തെ ഞൊടിയിടയിൽ നശിപ്പിക്കുക തന്നെ ചെയ്യും. ബലരാമനും ഗദനും കൂടിയായിരുന്നു യാദവ സൈന്യത്തെ നയിച്ചുകൊണ്ട് ശത്രു സൈന്യത്തെ നേരിട്ടത്. ശത്രു സൈന്യത്തിന്റെ ആന, കുതിര, തേരെ മുതലായവയെല്ലാം ഇവർ ചേർന്നുള്ള സൈന്യം തകർത്തുകൊണ്ടിരുന്നു. രുക്മിണി ഭയത്തോടെയും ദുഃഖത്തോടെയും ആ യുദ്ധം കണ്ടുകൊണ്ടു നിന്നു. തന്റെ പ്രണയ സാക്ഷാത്കാരത്തിനായി ആരുടെയും രക്തം ചൊരിയപ്പെടാതിരിക്കട്ടെ എന്നായിരുന്നു രുക്മിണിയുടെ മോഹം. എന്നാൽ മതാന്ധരായ ശിശുപാല പക്ഷക്കാർ അതിമോഹത്തോടെ കുറേ നേരം യുദ്ധം ചെയ്തു. ഒടുവിൽ ശത്രുക്കൾ തോൽവി സമ്മതിച്ച് പരക്കം പാഞ്ഞു. കൃഷ്ണനെ പിടിച്ചുകെട്ടാൻ വന്ന രാജകുമാരന്മാർ പിന്തിരിഞ്ഞോടി. ഒടുവിൽ ജരാസന്ധൻ ദുഃഖിതനും അപമാനിതനുമായി തീർന്ന ശിശുപാലനോട് ഇങ്ങനെ ഉപദേശം നൽകി സമാധാനിപ്പിച്ചു: വ്യാകുലപ്പെടാതിരിക്കുക. ഇഹലോകത്തിൽ ജയപരാജയങ്ങളും സുഖദുഃഖങ്ങളും മാനാപമാനങ്ങളും തുലോം ക്ഷണികങ്ങളത്രേ. അവയൊന്നും ശാശ്വതമല്ല തന്നെ. കാലമാണ് അവയെ തുടരെ തുടരെ കൊണ്ടുവന്നു തരുന്നത്. ഇതറിയുന്ന ഒരുവൻ വ്യാകുലപ്പെടുകയില്ല. രുക്മിണിയുടെ ജ്യേഷ്ഠൻ രുക്മിയെ സമാധാനിപ്പിക്കാൻ ആർക്കുമായില്ല. തന്നെയും തന്റെ രാജ്യത്തെ തന്നെയും അപമാനിച്ച വാസുദേവകൃഷ്ണനെ പിന്തുടർന്ന് യുദ്ധത്തിൽ തോൽപ്പിച്ച് വധിച്ചിട്ടേ ഇനി വിദർഭ നഗരിയിൽ കാലുകുത്തൂ എന്ന ഉഗ്രശപഥമെടുത്ത് ഒരു സേനയുമായി മറ്റു രാജകുമാരന്മാരുടെ സഹായമില്ലെങ്കിലും രുക്മി കൃഷ്ണനെ പിന്തുടർന്നു. കൃഷ്ണനെ പരാജയപ്പെടുത്താൻ കഴിയാതിരുന്നതിനാൽ രുക്മി പിന്നീടൊരിക്കലും വിദർഭയിലേക്ക് മടങ്ങിയില്ല. എന്തുകൊണ്ടാണ് ശ്രീകൃഷ്ണ ഭഗവാൻ രുക്മിയെ വധിക്കാതെ വിട്ടത്? ആ കഥ നാളെ.